ഹായ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ചക്ക കിണ്ണത്തപ്പമാണ്. ചക്ക ഇലയിൽ വെച്ചുണ്ടാക്കുന്നതല്ല, നമ്മൾ പ്ലേറ്റിലാണ് ചക്ക വേവിച്ചെടുക്കുന്നത്. ഒരു ചക്ക കിട്ടി, അപ്പം നമ്മളത് ശരിക്കും ശർക്കര ചേർത്ത് വരട്ടി ഒരു കവറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കുകയാണ്. അപ്പോൾ ഇന്ന് സമയം കിട്ടിയതുകൊണ്ട് ഇന്ന് നമുക്ക് ചക്ക കിണ്ണത്തപ്പ് ഉണ്ടാക്കിയാലോ. നമ്മുടെ വീഡിയോയിലേക്ക് വാ, കാണിച്ചു തരാം. ഞാൻ ചക്കപ്പഴം ആദ്യം തന്നെ വരട്ടി ഈ കവറിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് ഇതിലേക്ക് ഇട്ടു. ദേ കണ്ടോ, ചക്കപ്പഴം ശർക്കരയായിട്ട് ഉരുക്കി വരട്ടി വെച്ചതാണ്. ചക്കപ്പഴം നല്ല വരിക്ക ചക്ക, അതിലേക്ക് ശർക്കര പാനിയാക്കി ഇട്ട് വെച്ചതാണ്. അതിലേക്ക് കുറച്ച് ശർക്കര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ജീരകം ഇടാം. ജീരകം ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചതാണ്. അതെ, കുറച്ച് ജീരകം ഏലക്കയും കൂടി 2-3 ഏലക്കയും ജീരകം കൂടി പൊടിച്ച് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി പുട്ടുപൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. തരിയുള്ള പുട്ടുപൊടിയാണ് നല്ലത്. അപ്പം നമുക്ക് കുറച്ച് പുട്ടുപൊടി ഒരു പാത്രത്തിലേക്ക് എടുക്കാം. നമുക്ക് കുറച്ച് പുട്ടുപൊടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒത്തിരി കട്ടയാവരുത്. കട്ടയായി കഴിഞ്ഞാൽ പിന്നെ അത് വെന്ത് കഴിയുമ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അതുകൊണ്ട് കുറച്ച് പുട്ടുപൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കുഴ ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് സെർവ് ചെയ്യാം. നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ചാണ് ഇത് പുഴുങ്ങുന്നത്. ഇത് പ്ലേറ്റപ്പമാണ്. ചക്കപ്പഴം പ്ലേറ്റിൽ ചുടുന്നതാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ഇത് ഈ പ്ലേറ്റിലേക്ക് മാറ്റാം. ആ പ്ലേറ്റിലേക്ക് ഞാൻ എടുത്ത് വയ്ക്കുകയാണ്. പിന്നെ ഇത് പ്ലേറ്റിലേക്ക് ഇങ്ങനെ നല്ല ഭംഗിക്ക് വയ്ക്കുക. ഒത്തിരി നിറച്ച് മെത്തിച്ച് വെക്കണ്ട. ഒരു 3/4 ഭാഗത്തോളം വെച്ചാൽ മതി. ഇനി നമുക്കിത് അപ്പച്ചെമ്പിലേക്ക് വെക്കാം. അപ്പച്ചെമ്പിൽ വെള്ളം വെച്ച് നമ്മൾ തട്ട് വെച്ച് ഇത് അതിൻ്റെ മുകളിലേക്ക് വെക്കാം. നമുക്ക് അപ്പച്ചെമ്പിലേക്ക് നമ്മളിത് വെച്ചു. ഇങ്ങനെ സെറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ തട്ടാക്കി നമ്മളിങ്ങനെ വെച്ചു. ഇനി നമുക്ക് മൂടി വയ്ക്കാം. ഒരു 20 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. നമ്മുടെ ചക്ക റെഡിയായി. ആവിയിൽ വെച്ച് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ അത് വേവും. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.